കേട്ടെ. ഹലോ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഒരു കളി കാണാൻ പോവുകയാണ്. ആരുമായിട്ടുള്ള കളിയാന്ന് നമ്മളുടെ ഡ്രസ്സ് കോഡൊക്കെ കാണുമ്പോൾ കാണാമല്ലേ? യെസ്, എന്നെ നോക്കണ്ട, ലൈക്ക് ഞാൻ ഡ്രസ്സ് മേടിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ മനോജ് അബ്രഹാം ആൻഡ് ഷീസ് ഹെർ പാർട്ട്ണർ അപർണ. യാ, നമ്മളൊക്കെ ദോസ്താണ്. ഹൈ, നൈസ് ടു മീറ്റ് യു. മനു, ഹാപ്പി ടു മീറ്റ് യു. യാ, അപ്പോൾ ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പോൾ സ്റ്റേ കറന്റ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ കേരള വേഴ്സസ് ബാംഗ്ലൂർ മാച്ച് കാണാനായിട്ട് പോവുകയാണ് ഗൈസ്. സോ യുദ്ധം തണുപ്പ് കാരണം ചുണ്ടൊക്കെ ഉണങ്ങുന്ന ഗൈസ്. അതിന് വാക്സിൻ മേടിക്കാൻ മതി, പക്ഷേ കട അടച്ചിട്ടേക്കാം. അവർ വരുന്നുണ്ട്. എന്തായാലും വ്ളോഗിനുള്ളൊരു കണ്ടന്റ് ആയി. മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു, സാധനം ഇല്ലെന്ന് പറയുന്നു, തിരിച്ചു വരുന്നു. യാ, ആദ്യമായിട്ടാണ് ഗൈസ് വ്ളോഗ് ചെയ്യുന്നത്. സോ തെറ്റുവിട്ട് ക്ഷമിക്കാം. ഞാൻ തെറ്റുവിട്ടും ക്ഷമിക്കാനേ പറഞ്ഞല്ലേ, അവിടെ വഴി തിരിക്കാനോ അറിയാം. ഇവിടെ അല്ലടാ ഒന്ന് രാത്രി നമ്മൾ വന്നിട്ട് അല്ല ഇതല്ല വേറെ സൈഡ് അല്ലേ. അപ്പോൾ ഗൈസ് ബാംഗ്ലൂർ സ്ട്രീറ്റിൽ കൂടെ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കൂട്ടുകാരി കൂടെ ഉണ്ട് കാണാനായിട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മളിതാ പൊക്കാനായിട്ട് അങ്ങോട്ട് പോയി. കൂട്ടുകാരി ഹസ്ബൻഡ്. നേരത്തെ ഞാൻ വന്നപ്പോൾ കൂട്ടുകാരി മാത്രമായിരുന്നു, ഹസ്ബൻഡായി പോയി, സോറി. വിരുദ്ധയിൽ ഒരു പയ്യൻ ഓടി വരുന്നതാണ് ഗൈസ്. പീസ് ഔട്ട്. ഫോട്ടോ അല്ലേ വീഡിയോ കളി. ഹലോ, ദിസ് ഈസ് വർഷ. യാ, നൈസ് ടു മീറ്റ് യു. വീഡിയോ. ഹായ് ജിസൻ. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി ഫുൾ പാക്ഡ് ആയിരിക്കുകയാണ്. സോ വി ആർ ഗോയിങ് ടു സ്ട്രൈറ്റ് ടു എവിടെ സ്ഥലം? കട്ടീർവ സ്റ്റേഡിയം. ശ്രീ കണ്ടീർവ സ്റ്റേഡിയം. സോ അവിടെ പോയിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് പറയാം. കളി ജയിക്കണേ ഈശ്വര. ബാംഗ്ലൂർ വേഴ്സസ് കേരള. So all the best guys. Let's go. So guys, see this 250k followers. So guys, 250k on Instagram. We need treat. ഗൈസ്, അപർണ ഓഫീസിലെ തെലുങ്ക് സോങ് അല്ല കന്നഡ സോങ് പാടിയിട്ടുണ്ട്. നമുക്കത് കേൾക്കാം. പാടൂ പ്ലീസ്. യെസ് പ്ലീസ്. കം ഓൺ രണ്ട് വഴി. പ്ലീസ്. ഏയ് പാട്. എടാ രണ്ട് വരിയോടെ പാടി, അത് പഠിക്കാൻ പറ്റ പാട്. എല്ലാം പാട് കേക്കട്ടെ. നിന്നെന്തു ജീവന പാടം കാണിച്ച മനസ്സ്. ആക്ച്വലി മലയാളിയാണ്, ഇവിടെ ബാംഗ്ലൂർ പുതിയതായിട്ട് വന്നതാണ്. എന്നിട്ട് കന്നഡ പാട്ട് പാടി. ദാറ്റ്സ് എ ബിഗ് തിങ്. നൈസ് ടു മീറ്റ് യു. വെരി നൈസ്. സോ ഗൈസ്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റേഡിയം അവിടെ അല്ലേ? യാ, അപ്പൊ നമ്മളെല്ലാരും കൂടെ അതെ, ബംഗളൂരു ഫാൻസ് കേരള ഫാൻസ് ഇങ്ങനെ ഫൈറ്റിംഗ് നിൽക്കടാ നമ്മളെ സ്റ്റാർട്ടിംഗ് പോസ്. അങ്ങനെ നോട്ട് ലൈക്ക് ദാറ്റ്. യു ടു ഫേസ് ഹിയർ, വി ടു ഫേസ് ഹിയർ. ഓക്കെ, അപ്പോൾ ടീഷർട്ട് മേടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, കം ഓൺ ഗൈസ്. രണ്ട് കാര്യമുണ്ട്. എനിക്ക് ഡ്രസ്സ് എടുക്കണം, പിന്നൊരു കാര്യം ചുണ്ട് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇവിടുത്തെ തണുപ്പ് കാണുമെന്ന് തോന്നുന്നു. സോ ഒരു ലിപ് ബാം മേടിക്കണം. എനിക്ക് ഭയങ്കര സീനാണ്, നല്ല ഇറിറ്റേഷൻ. സോ ലെറ്റ്സ് ഗോ. യാ, അയ്യോ ഞാൻ പെട്ടു. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്ലാഗൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യണം ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും, നമുക്ക് ഇങ്ങനെ പോക്ക് കാണിക്കണ്ടേ? ആപ്സെ കാണിച്ചേടാ. ഫൈനലി നമുക്ക് എല്ലാം മഞ്ഞപ്പടയായിരിക്കുന്നത് ഗൈസ്. മഞ്ഞപ്പട. നമ്മളെ വർഷനി അവരൊക്കെ മറ്റേ ടീം ബാംഗ്ലൂർ ടീമായതുകൊണ്ട് അവർ അതിൻ്റെ റെസ്റ്റ് എടുക്കാനായിട്ടുള്ള പരിപാടീസിലാണ്. പക്ഷേ കിട്ടിയാ? അയ്യോ സോറി. So guys, Kerala vs Bangalore. നമ്മൾ പൊട്ടിക്കും നോക്കിയോ. അതെ, we will win. Okay, we'll see. Okay, yeah, we'll see. അത് ഗൈസ്, അപ്പുറത്തൊക്കെ
കളി കാണാനായിട്ട് വന്നത്. നമ്മൾ കുറച്ച് നേരത്തെ വന്നേ കളി കാണാനായിട്ട് ആക്ച്വലി. സോ അവിടെ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കളി കാണാനായിട്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എനിക്ക് ക്രിക്കറ്റും ഫുട്ബോളും വലിയ താല്പര്യമുള്ള ഇതല്ല, ഏരിയ അല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം കാണാറില്ല. സോ വ്ലോഗിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഒന്ന് സോറി. ഓക്കെ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്ന് വെച്ചാൽ മനു, നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അപ്പം അവന് ഡൈഹാർഡ് ഫാനാണ് ഇങ്ങനെയുള്ള ഫുട്ബോൾ മാച്ച് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്. ഓക്കെ. സോ അവരോടാണ് കളി കാണാൻ വന്നേക്കുന്നത്. സോ എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ നമ്മൾ ബാംഗ്ലൂർ പ്ലസ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള മാച്ച് ഇതൊക്കെ കാണാനായിട്ട് പോവുകയാണ്. അതാണ് നിങ്ങൾ എൻ്റെ കൂടെ കാണാൻ പോകുന്നത്. സോ എന്തെങ്കിലും കുറ്റപ്പെടുത്തുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ലെറ്റ്സ് സീ. ഓക്കെ. സോ ഗൈസ്, we will meet here again. So when we are meeting, we will, yeah, after match is over. So yeah, we'll meet here. Other, yeah, once we round walk. Okay, let's go then. Yay! Land guys, നമുക്കുള്ള entry for KBFC fans only. Yeah, let's go. എടാ നിനക്ക് കപ്പിൾ, അവിടെയും കപ്പിൾ, എനിക്ക് കപ്പിൾ ഇല്ലടാ. സിംഗിൾ പേഴ്സൺ കപ്പിൾ ഉള്ളവന് ഒരു കപ്പിൾ, കപ്പിൾ ഇല്ലാത്തവന് നിറയെ കപ്പിൾ. എന്ത് കപ്പിൾ? അയ്യേ, ഞാൻ ഇവിടുന്ന് ഒരാളെ കണ്ടുപിടിച്ചാലോ? എന്ത് പറയുന്നു അഭിപ്രായം? നല്ല അഭിനയോടാ, നിനക്ക് ഓൾറെഡി ഉണ്ടെന്ന് സ്വീകരണം ആയിട്ട് വെച്ചേക്കുന്ന എല്ലാവർക്കും അറിയാം. ഇല്ലെങ്കിൽ എന്താ അത്ര അടിച്ചു വിളിച്ചിരിക്കുക. ചോദിച്ചോ, നീ തന്നെ ചോദിച്ചോ. Okay, so what do you think the goal will be after? ഒരിക്കൽ സ്റ്റോപ്പ് ചെയ്യണം. Okay, prediction. Okay. What will be the score after the match? Bangalore 2 Kerala 0. Okay, bro, you. Bangalore. No, score. Score ಎಷ್ಟು ಗೊತ್ತಿಲ್ಲ. ನಾನು Bangalore 2 Kerala 0 ಅಂದೆ. Bangalore to Kerala 0. It will be 1 or 2. 1-2. 2-1. 2. Okay. Kerala 2, Bangalore 0. Kerala 2 Bangalore maybe 1. Okay, you say. നീ പറ. എടാ, എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത് കൊച്ചി ബാംഗ്ലൂർ ആണ്. രണ്ടുപേരും നടക്കാൻ പറ്റില്ല. ഓക്കെ. ബാംഗ്ലൂർ 2 Kerala 2. Okay, equal. Outlate, you can come to Kerala Blasters team if you want. No. എടാ, രണ്ട് അടിച്ചാലോ? ഒരു സൈഡ് ബാംഗ്ലൂർ, ഒരു സൈഡ് കേരള. ഞാൻ പറഞ്ഞ സേഫ് ആണ്. അടി കിട്ടുവാണെങ്കിൽ മറ്റേ കണ്ണം കാണിച്ചു കൊടുത്താൽ മതി. സോ ഗൈസ്, ദാണ്ടേ നമ്മളെല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അവിടെ നല്ല ശബ്ദമാണ് കേട്ടോ. ഇപ്പം തന്നെ ആ വൈബ് മനസ്സിലാവുന്നുണ്ട് അവിടെ. ലെറ്റ്സ് ഗോ. ബാംഗ്ലൂർ അല്ലേടാ? ബാംഗ്ലൂർ തകർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിട്ടുള്ള പണിയാണ് ഗൈസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തൊട്ടപ്പുറത്ത് നമ്മൾ വിട്ടുകൊടുക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ നിന്ന് കത്തിപ്പോണ്ട് കേട്ടോ, കത്തിച്ച്. നമുക്ക് ഇവിടുന്ന് രണ്ട് കൂട്ടുകാരെ കിട്ടി ഗൈസ്. ഇപ്പൊ പൊടിച്ചെടുക്കല്ലേ? തീർന്നു. അപ്പൊ കളി കഴിയുന്നവര് നമ്മൾ ശത്രുക്കൾ. നമ്മൾ ഇവിടുന്ന് ചെറിയ ജ്യൂസൊക്കെ അകത്താക്കിയിട്ട് നേരെ അകത്തോട്ട് പോവുകയാണ്. ലെറ്റ്സ് ഗോ. കം ഓൺ. ഓക്കെ, ബൈ. വാടാ, ഇവിടെ കൂടെ വാടാ. അതെ, എല്ലാവരും കിട്ടും. സൈഡിൽ കൂടെ വാ. സ്റ്റേഡിയത്തിന് മാപ്പ് കണ്ടുപിടിച്ച കേട്ടോ. എല്ലാം പഠിച്ചില്ല നമ്മളിവിടെ. ക്രിസ്മസ് പാട്ടാണോ? പൈസ അവിടെ എല്ലാം ചെക്കിംഗ് ആണ് കേട്ടോ. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. ലെറ്റ്സ് ഗോ ടു ദ ഹാപ്പ്. അപ്പോൾ താഴെ നമ്മുടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ക്യാമറ, മൈക്ക്, പിന്നെന്താടാ വാസ്ലി. എൻ്റെ ചുണ്ട്, അതാണ് എൻ്റെ ചുണ്ട് ഉണങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് മേടിച്ചോളൂ. അത് മേടിച്ച പോലെ അതിനെ കൊണ്ട് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്, കാരണം അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നിൽ നോക്കിയ പുളിയല്ലേ അയവ. സോ ലെറ്റ്സ് ഗോ. നമുക്കിവിടാണ് സ്റ്റേഡിയം. നമ്മൾ കുറച്ച് നേരത്തെ വന്നു. കളി എത്ര മണിക്കാടാ? 7:30 മാച്ച് കേട്ടോ.
പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ വന്നു ബിക്കോസ് ഇവിടെ സീറ്റ് കിട്ടില്ല. ഇവിടെ നമ്മൾ കൊച്ചിയിലൊക്കെ ഉള്ള പോലെ സീറ്റ് ബുക്കിംഗ് അല്ല, നോർമലാണ്. സോ സീറ്റ് കിട്ടുന്നതനുസരിച്ച് ഇരുന്നാൽ നമുക്ക് ആ സ്ഥലം കിട്ടും, ഇല്ലെങ്കിൽ പോയാൽ പോയി, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ എക്സ്പ്ലോർ ദിസ് മാച്ച്. ആപ്സേ മനുവേ എങ്ങനെയുണ്ട്, ത്രില്ലാണോ? പൊളിക്കല്ലേ? അത്രേ ഉള്ളൂ. സോ ഇതാണ് കേട്ടോ ഗൈസ് സ്റ്റേഡിയം. ആ ഒരു വ്യൂ ആണ് മോനെ ഒരു രക്ഷയില്ലാത്ത കേട്ടോ. ടീം ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കേരള ടീമിനുള്ളത് ഒന്ന് ഇവിടെയും പിന്നെ മറ്റൊരു സ്ഥലം അങ്ങറ്റത്തും. ഓക്കെ, ഇത് രണ്ടുമാണ് ഫുൾ കേരള അപ്പർ ആൻഡ് ലോവർ കേരള ടീമിനുള്ളത്. ബാക്കി എല്ലാം ബാംഗ്ലൂർസിനുള്ളതാണ്. സോ അവിടെയൊക്കെ ഫില്ലാവുന്നേ ഉള്ളൂ. സോ കളി ഇപ്പോൾ 7 മണിക്ക് മാച്ചാവുന്നത്, സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ലെറ്റ്സ് സീ. ഇവിടെ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്ന ആരാണെന്നറിയോ? ആ കൊച്ചുകുട്ടിയാണ് കേട്ടോ. നല്ല മഞ്ഞപ്പെട്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ക്യൂട്ടായിട്ട് മോൻ കാണിച്ചു തരാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫില്ലായിക്കൊണ്ടിരിക്കുക. ഒരു വലിയൊരു ബാനർ ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ സൈഡിൽ, ആ ചേട്ടൻ നിൽക്കുന്നിടത്തായിട്ട് ഇവിടെ ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അത് വലിയ ബാനർ നമ്മൾ തരുന്ന പറഞ്ഞു. ആ കളി എൻട്രൻസ് അവരൊക്കെ കയറി വരത്തില്ലേ ഗ്രൗണ്ടിൽ കൂടെ, അപ്പോൾ ആ കയറി വരുന്ന സമയത്ത് ആ ബാനർ നമ്മൾ തരും. നമ്മളെല്ലാം കൂടി ഇങ്ങനെ നമ്മളെ മണ്ടയിൽ കൂടെ ഇട്ട്, നമുക്ക് കാണാൻ പറ്റില്ല എങ്ങനെ ഉണ്ടാവുന്നൊന്നും, വരട്ടെ നമ്മൾ അതിൻ്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ ഇട്ട് ആ ചേട്ടന്മാർ റെഡി ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ആ ബാനർ നമ്മൾ മേളിൽ കൂടി ഇങ്ങനെ ഇട്ട് പുറത്ത് ദൂരെ നോക്കാൻ നല്ല രസമായിരിക്കും. ലാസ്റ്റ് ടൈം എങ്ങനെയാണെന്നറിയോ? ലാസ്റ്റ് ടൈം എങ്ങനെയായിരുന്നു പറഞ്ഞേ? ഞാൻ തന്നെ പറയാം. ലാസ്റ്റ് ടൈം ഒരു ബാനർ വെച്ച് എങ്ങനെയാ വെച്ചാൽ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചിഹ്നം ഒരു ആനയല്ലേ? വേർ ഇസ് എ ബ്ലൂസ് എന്ന് പറഞ്ഞിട്ടാണ്. ഓരോ പ്രാവശ്യം മാച്ച് വരുമ്പോഴും ഡിഫറെന്റ് ആയിട്ട് ഫണ്ണി ആയിട്ട് കൊണ്ടുവരും. ഇപ്രാവശ്യം എന്താണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്, എന്താണ് നമുക്ക് കാണാം വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് കാണാം. ഗ്രൗണ്ടും ആ സ്കൈയെല്ലാം കാണാൻ എന്ത് രസമല്ലേ? എന്ത് ബാനറിന്റെ പേര് ടിഫോ. ഇപ്പൊ വെക്കുന്ന പേര് ടിഫോ. എല്ലാ മന്തിനും എല്ലാ പ്രാവശ്യവും കളിക്കും ഓരോ ടിഫോ അവരിറക്കും. ഇപ്പോഴെന്താന്ന് വെയിറ്റ് ചെയ്യുന്നു നമ്മള്. ആ ഡിഫോ ആണ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. യെസ്, അപ്പൊ ഈ ഡിഫോ നമ്മളെ തന്നിട്ട് നമ്മൾ മണ്ടേ കൂടി ഇടണം. അത് 1.5 നീളമുള്ള സാധനമാണ് കേട്ടോ, കുഞ്ഞു സാധനമൊന്നും അല്ല അല്ലേ? ഫുൾ കവേർഡാന്ന് തോന്നുന്നു അല്ലേ? എടാ ഇവിടെയുള്ള ഫാൻസിൽ ഏറ്റവും ഹെവി ആയിട്ട് അടിപൊളിയായിട്ട് വന്നാ ചേട്ടാ. ഇവിടെ സ്കൈ ശ്രദ്ധിച്ചോ, അടിപൊളിയായിട്ടില്ലേ സൺസെറ്റ് ഒക്കെ? ടീം എൻട്രി ആണ് ഗൈസ്, ടീം എൻട്രി ആണ്. ബാംഗ്ലൂർ ടീമിന്റെ എൻട്രൻസ് ആണ് കേട്ടോ ഈ കേൾക്കുന്നത്. ആ ബെൽസൊക്കെയാണ് ഇപ്പൊ കൈയടിച്ചേ. ഇവിടുന്ന് ഒരു ഫൈറ്റ് ആണ് കേട്ടോ. ഇവിടെ മഞ്ഞപ്പട ഇങ്ങനെ ഓരോ റിതം പറഞ്ഞുകൊണ്ടിരിക്കും, അവിടുന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ ക്രൗണ്ടിൽ ഒത്തിരി കുറവായതുകൊണ്ട് അവരെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല പുറത്തോട്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ മുഴങ്ങി നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഋതമൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് പോകാൻ തുടങ്ങും. ഇങ്ങനെ മൊത്തം ഒരു ഫൈറ്റാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ ഗ്രൗണ്ടിൽ മാത്രമല്ല ഫൈറ്റ് എടുക്കുന്നത്, ഇവിടെ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് അവിടെയും ഇവിടെയും ഫാൻസിൻ്റെ ഇടയിൽ ഒരു ഫൈറ്റാണ്. മാച്ച് ഇതാ തുടങ്ങാനായിട്ട് പോവുകയാണ്. നമ്മളെ കോച്ചൊക്കെ എത്തി. അങ്ങനെ കളി ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 0-0 ഗെയിം ഗോയിങ് ടു സ്റ്റാർട്ട് നൗ. ഏകദേശം ഇപ്പോൾ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആരും സ്കോർ അടിച്ചിട്ടില്ല. നോക്കാം ആയിരിക്കും. അങ്ങനെ ഈ സാഫ് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ, ഹാഫ് ടൈം ആയി. എടാ എന്തുണ്ട് പറയാൻ? കുഴപ്പമില്ല. പാവത്തിന്റെ സൗണ്ടൊക്കെ പോയി ഒരു ആയിരിക്കുകയാണ് പാവം. നല്ല മാച്ചായിരുന്നു അല്ലേ? മാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ജസ്റ്റ് മിസ് പോയി 2 പ്രാവശ്യവും. രണ്ട് ടീം നന്നായിട്ട് കളിക്കുന്നുണ്ട്. വാശിയേറിയ മത്സരം നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ മൈക്കിന് എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട് സൗണ്ട് പോയി. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഗെയിം ഏകദേശം തീരാറായപ്പോഴത്തേക്ക് അവരൊരു ഗോൾ അടിച്ചു. ഒരു സ്കോർ അവർക്ക് പോയി. എന്താ പറയുക, അതുവരെ ഫുൾ എനർജിയിട്ട് ഇരുന്ന് നമ്മളെല്ലാവരും തകർന്നു പോയി. അങ്ങനെ ബാംഗ്ലൂരൊക്കെ അവിടെ ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഇട്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്കൊരു ഗോൾ കിട്ടിയത്. ഞാൻ പറഞ്ഞില്ല കണ്ടോ, എൻ്റെ അടുത്തേക്ക് അവരുടെ കണ്ടോ നിറഞ്ഞ് ഒരു ഇല്ലാതായി. എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും അങ്ങ് സൈലൻ്റ് ആയിപ്പോയി. ആ ഒരു ഗോൾ ആരും പ്രതീക്ഷിച്ചില്ല. അവസാന നിമിഷമാണ് ആ ഗോൾ അടിച്ചത്. എല്ലാവരും വിചാരിച്ചത് സമമായിട്ട് പോകായിരിക്കും, 0-0 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പക്ഷേ ലാസ്റ്റ് ആ സെക്കൻഡിൽ പോയി. എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സ് കുറേ ഫാൻസ് എല്ലാം ആ കൂട്ടത്തിൽ തന്നെ എണീറ്റ് പോകുന്നുണ്ട്. ആ പ്രതീക്ഷ എല്ലാം നഷ്ടമായി അതിൻ്റേതായിട്ട്. അങ്ങനെ അവസാനം കളി അവസാനിച്ചു. അവരാണ് ജയിച്ചത്, ബാംഗ്ലൂരാണ് ജയിച്ചത്. സോ ഇവിടുന്ന് ഇവിടേക്ക് പോയിട്ട് ബാക്കി കാര്യം പറയാം. ഓക്കെ, സോ ഗൈസ് വി ആർ അഗൈൻ ഹിയർ. സോ മാച്ച് കഴിഞ്ഞു. ബാംഗ്ലൂർ won the match next time. Yeah, just like next time. Next year will win. We will win. അതെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് പോവുകയാണ്. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ മതിയാ. എവിടെ ഫുഡ് കഴിക്കുന്നത്? എവിടെ പോയി? റൈതാനി പോയി ഫുഡ് അടിച്ചിട്ട് അങ്ങനെ ടാറ്റ പറയാൻ പോവുകയാണ്. സോ ഗൈസ്, see you then. Until next time. ഗൈസ് എല്ലാവരും തിരികെ പറയൂ ബൈ.